ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ. അതായത് നമ്മുടെ ബബിതയുടെ ഒരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. ബബിത ഒരു അബദ്ധത്തിലൊക്കെ ചെന്ന് പെടുന്നുണ്ട്. അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് രക്ഷപ്പെട്ടു പോരുന്നത് എന്നൊക്കെയുള്ള ഒരു സ്റ്റോറിയാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. ബബിതയുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മഴതോരും മുമ്പ് എന്ന് പറഞ്ഞ സീരിയൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ ബബിത തൻ്റെ കാമുകനായ അമലിനെ വിളിച്ചിട്ട് എവിടെയോ ട്രിപ്പ് പോകുന്ന കാര്യമൊക്കെ പ്ലാൻ ചെയ്യുന്നത്, ഒരു നൈറ്റ് പാർട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് അമലാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വേറെ ഏതൊരു കൂട്ടുകാരിയെ കൂട്ടാമെന്നൊക്കെ പറയുമ്പോൾ അത് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അവൻ ശരിയല്ല എന്നൊക്കെ പറയണം. അവരുടെ കയ്യിലാണ് കാശുള്ളതെന്ന് പറയുമ്പോൾ കാശൊക്കെ ഞാൻ തരാം, അവർ വേണ്ട എന്ന് പറയാം കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് കുറച്ച് പേര് ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് ഒരു എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആരും വേണ്ട, നമ്മൾ മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട് ബബിത. അപ്പോൾ ബബിതയ്ക്ക് കാമുകൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങാൻ പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അവന് വിളിക്കുന്നതാണെങ്കിൽ നേരെ ഒരു മോശം ചിന്തയോട് കൂടിയിട്ടാണ് അമൽ ബബിതയെ വിളിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഫ്രൈഡേ ആയിട്ട് ഒരു ക്ലാസ് കട്ട് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് പോകാം, എന്നിട്ട് സാറ്റർഡേ തിരിച്ചു വരാം എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ എന്ത് പറയും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ട് ലാസ്റ്റ് ഒരു നൈറ്റ് പാർട്ടി തന്നെ തൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു പാർട്ടി ഉണ്ടെന്ന് പറയാണ് വൈജിയോട് കേട്ടോ. അപ്പോൾ വൈജിയോട് പറഞ്ഞിട്ടാണ് പോണത്, ബാലചന്ദ്രനോട് പറയുന്നില്ല കേട്ടോ. ബാലചന്ദ്രൻ അറിഞ്ഞാൽ സമ്മതിക്കില്ല എന്നുള്ളത് കൊണ്ട് വൈജിയോട് പറഞ്ഞിട്ടാണ് പോണത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്, അപ്പോൾ അത് കഴിയുമ്പോൾ രാത്രിയാകും, അപ്പോൾ ഞാൻ അന്ന് അവിടെ തങ്ങി പിറ്റേ ദിവസം വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ വൈജി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഏത് ഫ്രണ്ടാണ്, ഫ്രണ്ടിൻ്റെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുമ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് അതെ ആൻറ്റി, എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ശരിക്കും ആ കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ട്, അപ്പോൾ ബർത്ത്ഡേ അന്ന് വീട്ടിലവിടെ ഫംഗ്ഷനും ഉണ്ട്. പക്ഷേ ഇവർ ആ ബർത്ത്ഡേൻ്റെ പേരും പറഞ്ഞിട്ട് പോണത് വേറെ സ്ഥലത്തേക്കാണ്, അത് പറയുന്നില്ല കേട്ടോ. അങ്ങനെ വൈജ പിന്നീട് അനുവാദം കൊടുക്കുന്നുണ്ട്, ബർത്ത്ഡേ ഫംഗ്ഷന് പോകാനായിട്ട് അനുവാദം കൊടുക്കുകയാണ്. ബാലചന്ദ്രനോട് ചോദിക്കുകയോ പറയുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പം അച്ഛൻ അറിയുമെന്ന് ചോദിക്കുമ്പോൾ അച്ഛനോട് ചോദിക്കുക എന്ന് വൈജ പറയുന്നുണ്ടെങ്കിലും ഞാൻ ചോദിക്കുന്നില്ല അമ്മേ, അച്ഛനോട് ചോദിച്ചാൽ സമ്മതിക്കത്തില്ല, അച്ഛൻ ഇനി ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, ഞാൻ പോയതിന് ശേഷം അമ്മ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അത് പറ്റത്തില്ല, നീ അച്ഛനോടൊന്ന് സൂചിപ്പിച്ചേക്കെന്ന് പറയട്ടോ. പക്ഷേ ബബിത അത് പറയുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവരുടെ സംസാരം അലീനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അലീനയ്ക്ക് മനസ്സിലാവുകയാണ് ബബിത ഇവിടെ നിന്ന് എങ്ങോട്ടോ പോവുകയാണ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്ങനെ അലീനയാണെങ്കിൽ മുഴുവനായിട്ട് കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. അപ്പം ശരിക്കും ഇവരെന്തോ കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ്, ബബിതയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മാത്രം മനസ്സിലാവുകയാണ്. പിന്നെ അവിടെ നിന്ന് ബബിതയും വൈജിയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമാണ് ബബിത പോണ കേട്ടോ. ബബിത പോകുമ്പോൾ തൻ്റെ കൂട്ടുകാരൻ്റെ കൂടെയാണ്, അതായത് അമലിൻ്റെ കൂടെയാണ് പോണത്. അപ്പോൾ അവൻ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു, ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ടാണ് പോണത്. അമൽ അവിടെ കോളേജിൽ പഠിക്കുന്ന ചെറുക്കനൊന്നുമല്ല, എന്നിട്ടും അവൻ്റെ കൂടെ കയറിയിട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് എന്ന് പറഞ്ഞിട്ടാണ് പോണത്. പക്ഷേ ഇവർ കൂട്ടുകാരെല്ലാവരും കൂടെ പോയിട്ട് ഒരു റിസോർട്ടിൽ റൂമൊക്കെ എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്ത് അവിടെ അടിച്ചു പൊളിക്കാനാണ് പോണത് കേട്ടോ. അപ്പോൾ അവിടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ സ്റ്റേ ചെയ്യാനാണ് പോണത്. അപ്പോൾ ബബിതയും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടൊക്കെയാണ് പോണത്. അപ്പോൾ ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവിടെ ഒരു റിസോർട്ടിൽ പോയി റൂമൊക്കെ എടുത്ത്, അപ്പം എല്ലാവരും കൂടെ ഇങ്ങനെ ഗേൾസിന് വേറെ റൂം ബോയ്സിന് വേറെ റൂം എന്നുള്ള രീതിയിലൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇവർ മെയിനായിട്ട് അമലിൻ്റെ ഈ ഒരു ട്രാപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത് തന്നെ. അമലിന് ഇങ്ങനെ ബബിതയെ ട്രാപ്പിൽ പെടുത്തണം, അതിന് വേണ്ടിയിട്ടൊരു ഫംഗ്ഷൻ വെച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഗേൾസിന് റൂം ബോയ്സിന് റൂം എന്നുള്ള രീതിയിലൊന്നുമല്ല, ഒരു എക്സ്ട്രാ റൂം കൂടി ഇവരെടുത്ത് ഒക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ പാർട്ടിയൊക്കെ തുടങ്ങി എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റും കളിയും പാട്ടും ഡാൻസും എല്ലാമായിട്ട് അങ്ങനെ തകർപ്പൻ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര എൻജോയ് ആയിട്ട് പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, അങ്ങനെ എല്ലാ പരിപാടികളും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഡ്രിങ്ക്സും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. കൊക്കക്കോള ആണെങ്കിലും അതുപോലെ ഡ്രിങ്ക്സ്, മറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സും പല സാധനങ്ങളും ഉണ്ട്. അങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ അമലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതെല്ലാം ആ പാർട്ടിയിലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് അമലിങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ ബബിതയ്ക്ക് ആകെ ഷോക്കാവുന്നുണ്ട്. ബബിത ചോദിക്കുന്നുണ്ട് നീ ഇതൊക്കെ യൂസ് ചെയ്യുമോ അമൽ, ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ജസ്റ്റ് ഞാനിതൊന്നും യൂസ് ചെയ്യാറില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അതൊന്നും യൂസ് ചെയ്യേണ്ട, എനിക്കതൊന്നും ഇഷ്ടമില്ല എന്ന്
ബബിത പറയുന്നുണ്ട്. വേണമെങ്കിൽ വല്ല ഡ്രിങ്ക്സും കുടിച്ചോ, പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അമൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അമൽ ഇവളോട് ഇതേമാതിരി ഇങ്ങനെ ഡ്രിങ്ക്സൊക്കെ കുടിക്കാൻ പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഇല്ല ഞാനിതൊന്നും കുടിക്കില്ല, എനിക്കിതൊന്നും വേണ്ട എന്ന് പറയുന്നത്. എന്നാൽ നീ ഒരു കൊക്കക്കോളയെങ്കിലും കുടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ഞാൻ ബബിതയ്ക്കുള്ള കൊക്കക്കോള ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് അമൽ പോയിട്ട് കൊക്കക്കോള എടുക്കാനായിട്ട് പോവാണ്. അമൽ കൊക്കക്കോള എടുത്തിട്ട് വരുന്ന സമയത്ത് അതിൽ കുറച്ച് പൊടി കലർത്തുന്നുണ്ട് കേട്ടോ. അതായത് ഒരു മയക്ക് പൊടി ആ കൊക്കക്കോളയിൽ മിക്സ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ അത് കൊണ്ടുവന്നിട്ട് ബബിതയ്ക്ക് കൊടുക്കുന്നുണ്ട്. ബബിത കൊക്കക്കോളയല്ലേ എന്നുള്ള രീതിയിൽ ബബിത അത് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. അമൽ കൊണ്ടുവന്ന് തന്നതല്ലേ എന്ന് ഓർത്തിട്ട് കൊക്കക്കോള കുടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ പാട്ടും ഡാൻസും കളികളും ഒക്കെയാണ്. കുറച്ച് കഴിയുമ്പോൾ ബബിതയ്ക്ക് ഭയങ്കര ക്ഷീണം, തലകറക്കം, എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ തോന്നുകയാണ്. ശരിക്കും കാല് ഉറക്കാത്ത പോലെയൊക്കെ തോന്നുകയാണ്. അപ്പം അമൽ വന്നിട്ട് എന്ത് പറ്റി ബബിത, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ക്ഷീണം തോന്നുന്നു, എനിക്കൊന്ന് കിടക്കണം അമൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വാ നമുക്ക് റൂമിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ റൂമിലേക്ക്, അപ്പോൾ ഇവരൊന്നും വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ വന്നോളും, നീ പോയി റൂമിൽ കിടന്നോ, അതിനുശേഷം ഇവരൊക്കെ അവിടെ വന്ന് കിടന്നോളും എന്ന് പറഞ്ഞിട്ട് ബബിതയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോവാണ്. പക്ഷേ ബബിതയും കൂട്ടിയിട്ട് ഇവൻ ചെല്ലുന്നത് മറ്റൊരു റൂമിലേക്കാട്ടോ. അങ്ങനെ ആ റൂമിൽ കൊണ്ടുപോയിട്ട് ബബിതയെ കിടത്തുകയാണ്. അപ്പോൾ ബബിതയാണെങ്കിൽ ഉറക്കത്തിൽ എന്താ പറയുക, അങ്ങനെ ഉറങ്ങി പോവാണ്. എന്താണ് ഇനി അവിടെ സംഭവിക്കുന്നതെന്നൊന്നും ബബിതയ്ക്ക് അറിയത്തില്ല. പിറ്റേ ദിവസം ആണ് ബബിതയ്ക്ക് പിന്നെ ബോധം വരുന്നത്. അപ്പോൾ ബബിതയ്ക്ക് ബോധം വരുമ്പോഴാണ് താൻ ചതിക്കപ്പെട്ടു എന്നുള്ള ഒരു കാര്യം ബബിത മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ ബബിത ആകെ തകർന്നു പോവുകയാണ്. അപ്പോൾ ബബിത ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അമൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ എന്തിനായി കരയുന്നത്, ഇങ്ങനെ കരയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒച്ച ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ നീ എന്താടാ എന്നെ ചെയ്തത്, ഇതിനായിരുന്നോ നീ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്, എൻ്റെ ജീവിതം പോയല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ബബിത ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഞാനിത് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും, അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഷൗട്ട് ചെയ്യും, അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിതയ്ക്ക് മനസ്സിലാവണം ഇതിൽ എന്തൊക്കെയോ ട്രാപ്പ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകുമ്പോൾ അമലിനുള്ള എല്ലാ വിശ്വാസം അങ്ങനെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ എടോ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ, അപ്പോൾ ഇതൊന്നും അത്ര പുതുമയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അമൽ. എന്നാലും ഇതൊന്നും ശരിയല്ലല്ലോ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, നീ എന്നെ എന്തൊക്കെ, എനിക്ക് ആലോചിക്കാൻ വയ്യ, ഞാനിനി എങ്ങനെ വീട്ടിലേക്ക് ചെല്ലും എന്നൊക്കെ പറഞ്ഞ് ബബിത ഭയങ്കര കരച്ചിലാണ്. പക്ഷേ ബബിത ആ ജ്യൂസ് കുടിച്ചതോടുകൂടിയിട്ട് ബബിത മയങ്ങിപ്പോയല്ലോ. പക്ഷെ അമൽ മഹാവൃത്തികെട്ടവനാണ്. അമൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവളുടെ കുറച്ച് ന്യൂഡ് ഫോട്ടോസ് വരെ ബബിതയുടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ബബിതയെ ആ സമയത്ത് കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ നീ അതൊന്ന് വിട്ടേക്ക്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നീ സാധാരണ പോലെ വീട്ടിലേക്ക് കയറി ചെന്നാൽ മതി, ഒന്നും നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല, നമ്മൾ മാത്രമല്ലേ ഇതറിയത്തുള്ളൂ, നമ്മൾ എന്താണെങ്കിലും വിവാഹം കഴിക്കാം, പിന്നെ എന്താ തൻ്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നാലും അമൽ ഇതൊന്നും വേണ്ടായിരുന്നു, നീ എന്നോട് ഈ ചതി ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് ചതിയാണോ, നമ്മൾ തമ്മിൽ സ്നേഹിക്കുന്നവരല്ലേ, നിനക്ക് എന്നെ വിശ്വാസമല്ലേ, ശരിക്കും ഞാനും ഇത് ആഗ്രഹിച്ചതല്ലാടോ, ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് കണ്ടപ്പം ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയാണ്, പിന്നെ ആ സമയത്ത് എൻ്റെ കൺട്രോൾ പോയി എന്നൊക്കെ ഇങ്ങനെ പറയാണ് അമൽ. എന്നാലും എനിക്ക് പേടിയാകുന്നു അമൽ എന്നൊക്കെ പറഞ്ഞ് ബബിത ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ സാരമല്ല, നീ ക്ഷമിക്ക്, ഞാൻ ഒരിക്കലും നിന്നെ കൈവിടില്ല, നിനക്ക് എന്നെ വിശ്വസിക്കാം എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ബബിതയ്ക്ക് ആകെ പേടിയാവുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓർത്തിട്ട് ബബിതയ്ക്ക് പേടിയാവുന്നുണ്ട്. അങ്ങനെ അലനാണെങ്കിൽ ബബിതയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അന്ന് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ബബിത വീട്ടിലേക്ക് വരികയാണ്. ബബിത വീട്ടിലേക്ക് വരുമ്പോൾ പോയ ഒരാളല്ല ബബിത തിരിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ ബബിത ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടൊക്കെയാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അലീനയാണ് ഡോറ് തുറക്കുന്നത്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ബബിത നീ ഇന്നലെ എവിടെയായിരുന്നു, നീ എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ ഇവിടെ ഭയങ്കര ലിപ്പിലാണ്, നീ ഇന്നലെ എവിടെയാ പോയതെന്ന് അറിയാഞ്ഞിട്ട് എന്നൊക്കെ പറയുമ്പം അലീനയെ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കുകയാണ്. നീ എന്തിനാ അതൊക്കെ ചോദിക്കുന്നത്, നീ എന്നോട് പറയണ്ട, നിൻ്റെ അച്ഛനെല്ലാം അറിഞ്ഞിട്ടുണ്ട് നീ ഇവിടെ ഇന്നലെ ഇല്ലായിരുന്നോ എന്നുള്ളത്, നിൻ്റെ അമ്മയെ ഒരുപാട് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ ബബിതയ്ക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബബിത അകത്തേക്ക് ചെല്ലുമ്പോൾ ബബിത വന്നു എന്നുള്ള കാര്യം ബാലചന്ദ്രൻ മുകളിൽ നിന്ന് മനസ്സിലായിട്ട് ബബിതയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയതായിരുന്നു എന്നൊക്കെ ചോദിച്ച് ബാലചന്ദ്രൻ താഴോട്ട് ഇറങ്ങി വരികയാണ്. അപ്പം ബബിത പറയുന്നുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് കൂട്ടുകാരി എന്നൊക്കെ ചോദിക്കുമ്പോൾ കൂട്ടുകാരിയുടെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടിയിലേക്ക്
ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ നീ ആരോട് ചോദിച്ചിട്ടാ പോയെന്ന് ചോദിക്കുമ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ നീ എന്നോട് ചോദിച്ചോ? അമ്മയല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് നിനക്കറിയാലോ, നീ എന്നോടൊരു വാക്ക് ചോദിക്കുകയോ പറയുകയോ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അച്ഛനോട് ചോദിച്ചാൽ സമ്മതിക്കത്തില്ല എന്ന് വിചാരിച്ചാണ് ചോദിക്കാഞ്ഞത് എന്ന് പറയട്ടോ. സമ്മതിക്കില്ല എന്ന് സമ്മതിക്കാത്തത് എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാവുമല്ലോ, എന്നാലും നീ എന്നോട് ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് തല്ലാൻ പോകുമ്പോൾ അച്ഛൻ എന്നെ എന്തിനാ തല്ലുന്നത്? ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ അവളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആഘോഷിക്കാൻ പോയി, അതിന് അച്ഛൻ എന്താ? ഞാനിവിടെ എങ്ങനെ നടന്നാലും നിങ്ങൾക്കെന്താ? നിങ്ങൾ നിങ്ങളുടെ വാശി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി പഴി പറഞ്ഞ് ജീവിക്കല്ലേ? ഞങ്ങൾ മക്കളെ എങ്ങനെ ആയാലും നിങ്ങൾക്കെന്താ? നിങ്ങൾക്ക് ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ നടക്കുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ട് ബബിത മുകളിലേക്ക് കയറി പോകണം. അപ്പോൾ പിന്നെ തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ ബബിതയുടെ ആ പ്രകടനം കണ്ടിട്ട് ആകെ ഷോക്കായി നിൽക്കുന്ന അലീന കേട്ടോ. പക്ഷെ വൈജയന്തിക്ക് മാത്രം ഒരു ചിരി വരികയാണ്. ബബിത അത്രയും ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ വൈജയന്തി ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിരിക്കട്ടെ ബാലചന്ദ്രനെ നോക്കിയിട്ട്. പിന്നെ ബാലചന്ദ്രൻ്റെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അന്ന് പിന്നെ കോളേജിലല്ലോ, പിന്നെ സൺഡേ ആണ്. അപ്പോൾ ബബിത ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ആകെ ടെൻഷനായിട്ടാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ബബിത പിന്നെ പിറ്റേ ദിവസം കോളേജിലേക്ക് ചെല്ലുന്നുണ്ട്. പിറ്റേ ദിവസം കോളേജിൽ ചെന്നിട്ട് അമലിനെ ഇങ്ങനെ കാത്തു നിൽക്കുക കേട്ടോ കോളേജ് വിട്ട് വരുന്ന സമയത്ത്. പക്ഷെ അമലിനെ കിട്ടുന്നില്ല. തലേ ദിവസമൊക്കെ സൺഡേ ഒക്കെ അമലിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അമൽ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അമലിൻ്റെ ആവശ്യം എന്തായിരുന്നു? അമലിൻ്റെ ആവശ്യം കഴിഞ്ഞു, പിന്നെ ഇനി ബബിതയില്ല. പക്ഷെ ബബിതയാണെങ്കിൽ ഇവൻ അമലിനെ തന്നെ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അമൽ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം കോളേജിൽ ചെന്നിട്ട് അമലിനെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അമലിനെ കാണാനായിട്ട് അമലിൻ്റെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ അവിടെ അവളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അവളെ കോളും എടുക്കുന്നില്ല, അവളെ കാണാനോ ഒന്നും ശ്രമിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ബബിതയ്ക്ക് എന്തോ ഒരു സംതിങ് റോങ് ആയിട്ട് തോന്നുകയാണ്. തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യം സംഭവിച്ചു. പക്ഷേ അമൽ തന്നെ ഇങ്ങനെ ചതിക്കുമെന്നോ കൈയൊഴിയുമെന്നോ ഒന്നും വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും അമലിനെ വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. അങ്ങനെ ഒരു ദിവസം അമലിനെ കാണാനായിട്ട് ചെല്ലുകയാണ് അമൽ താമസിക്കുന്ന സ്ഥലത്തേക്ക്. അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അമലിനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അമൽ പറയുന്നുണ്ട്. അപ്പോൾ ബബിത കാണുന്നത് അമൽ മറ്റൊരു പെൺകുട്ടിയായിട്ട് ഇങ്ങനെ അവിടേക്ക് ചെല്ലുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ബബിതയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. അവിടെ വന്നിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. ആരാ എന്താ ഇതാ എന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കുമ്പോൾ ആ പെൺകുട്ടിയും ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ അമൽ ബബിതയെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. ബബിത നീ ഒന്ന് അടങ്ങ്, അതെൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എത്ര ദിവസമായി നിന്നെ വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ ചോദിച്ച് ബബിത ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കണം. അപ്പോൾ ഒരുപാട് ദേഷ്യപ്പെടുമ്പോൾ അമലിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അമൽ നീ എന്താ വിചാരിച്ച എന്നെക്കുറിച്ച്? എനിക്കിനി നിന്നെ വേണ്ട, എൻ്റെ ആവശ്യം കഴിഞ്ഞു, ഇനി നീ നിൻ്റെ പണി നോക്ക്, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുക കേട്ടോ. അപ്പോൾ ബബിത ആകെ ഷോക്കായി പോവാണ്. ഒരിക്കലും അമലിൽ നിന്ന് ബബിത ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കും, ഞാനിത് എല്ലാവരോടും പറയും, എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് എല്ലാവരോടും പറയും, എല്ലാവരും ഇത് അറിയണം എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ നീ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തോ, ഒരു കുഴപ്പമില്ല, അതിന് മുൻപ് നീ ഇതൊന്ന് കാണുക എന്ന് പറഞ്ഞിട്ട് അമൽ ഒരു ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ബബിതയ്ക്ക് കേട്ടോ. ബബിത അത് കണ്ടിട്ട് ആകെ ഷോക്കായി പോവാണ്. അവളുടെ ന്യൂഡ് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ അമലിൻ്റെ ഫോണിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ആകെ തകർന്ന് പോവാണ് ബബിത. അങ്ങനെ ബബിത പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് പോരും കേട്ടോ. അമൽ പിന്നെ വണ്ടി എടുത്ത് ആ പെൺകുട്ടിയും കയറ്റിയും കൊണ്ട് പോകുന്നുണ്ട്. ബബിത ആകെ തകർന്ന മനസ്സുമായിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. ബബിത വരുന്നത് നോക്കി ഇങ്ങനെ അലീന അവിടെ നിൽക്കുന്നുണ്ട്. ബബിത വീട്ടിൽ നിന്ന് പോകുമ്പോൾ ബബിതയുടെ കുറച്ച് ദിവസത്തെ ഈ ഒരു ഇതൊക്കെ അലീന വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഫോൺ വിളിയും ഒക്കെ. അപ്പോൾ അലീന ഇങ്ങനെ ഒന്ന് ബബിതയെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ബബിത വീട്ടിലേക്ക് വരുന്നത് അലീന കാണുന്നുണ്ട്. ഭയങ്കര ടെൻഷനായിട്ട് സങ്കടപ്പെട്ടുകൊണ്ടാണ് ബബിത വരുന്നത്. ബബിത ഒന്നും മിണ്ടാതെ മുകളിലേക്ക് പെട്ടെന്ന് കയറി പോകട്ടെ, കരഞ്ഞുകൊണ്ടാണ് കയറി പോകുന്നത്. അപ്പോൾ അലീനയ്ക്ക് എന്തോ പന്തികേട് തോന്നുകയാണ്. ബബിതയ്ക്ക് എന്താ സംഭവിച്ചത് എന്ന് മനസ്സിലാവാതെ എന്തോ ഒരു പന്തികേട് തോന്നുക കേട്ടോ. അപ്പോൾ അലീന ബബിതയുടെ പുറകെ പോകുന്നുണ്ട്. അലീനയാണെങ്കിൽ ചെല്ലുമ്പോഴേക്ക് ബബിത അകത്ത് കയറി വാതിൽ കുറ്റിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ ബബിതയെ ഇങ്ങനെ കുറേ വിളിക്കുന്നുണ്ട് കേട്ടോ അലീന. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ അലീന അങ്ങനെ ബബിത ഡോറ് തുറക്കുന്നില്ല. ഡോറ് തുറക്കാതെ ആകുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര പേടിയാവണം, ഇനിയിപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാഞ്ഞിട്ട്.
അതിനിടയ്ക്ക് അലീന മനസ്സിലാക്കിയിട്ടുണ്ടാവും ബബിത പോയത് അമലിൻ്റെ കൂടെയാണ് ബബിത പോയത് എന്നുള്ളത് കാര്യം അലീന മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് അലീനയ്ക്ക് പേടിയാവുകയാണ്. എന്താ അവിടെ സംഭവിച്ചത് എന്ന് അറിയാഞ്ഞിട്ട് അലീനയ്ക്ക് ഇങ്ങനെ പേടിയാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന ഡോറിൽ ഇങ്ങനെ കുറേ മുട്ടിയിട്ടും തുറക്കാതെ ആവുമ്പോൾ അലീന അപ്പുറത്തെ സൈഡിലൂടെ പോയിട്ട് ജനലിലൂടെ നോക്കുന്ന സമയത്ത് ബബിത അവിടെ ഇങ്ങനെ ഇരുന്ന് കരയുന്നതും ആണ് ആദ്യം കാണുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു സൈഡിൽ ഇരുന്ന് കരയണമാണ് കാണുന്നത്. പെട്ടെന്ന് അലീന അവിടെ ഇരുന്ന് കരയല്ല, അത്രയല്ലേ ചെയ്യുന്നുള്ളൂ എന്ന് ഓർത്ത് ഇങ്ങോട്ട് തിരിയുന്ന സമയത്താണ് ശരിക്കും അവിടെ ഇങ്ങനെ ഫാനിൽ ഇങ്ങനെ ഒരു തുണി അങ്ങനെ തൂങ്ങി മരിക്കാനുള്ള ഇതിലിങ്ങനെ സെറ്റാക്കി വെക്കുന്നത് കാണാൻ. അത് കണ്ടതും അലീന ആകെ ഷോക്കായി പോവാണ്. അലീന ഇങ്ങനെ കുറേ വിളിക്കുന്നുണ്ട് ബബിത അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ഇപ്പുറത്ത് വന്നിട്ട് ഡോറിലേക്കൊക്കെ ഇങ്ങനെ ലോക്കിൽ ഒക്കെ പിടിച്ച് തിരിച്ച് കുറേ അധികം ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അലീന ഇങ്ങനെ ഡോറ് തുറക്കാനായിട്ട് കുറേ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ബബിതയോട് പറയുന്നുണ്ട്, ഡോറ് തുറക്കും മോളെ, നീ എന്തായി ചെയ്യുന്നത്, അബദ്ധമൊന്നും കാണിക്കില്ലേ, നീ ഡോറ് തുറക്ക്, ഞാനാ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അലീന ഒരുപാട് ഡോറിൽ മുട്ടിയിട്ടും തള്ളിയിട്ടൊക്കെ ഇങ്ങനെ തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഡോറ് തുറക്കാൻ പറ്റാതായപ്പോൾ അലീന ഒരുപാട് ഇങ്ങനെ വിളിച്ച് ശല്യം സഹിക്കാനാവാതെ ബബിത ഡോറ് തുറക്കുകയാണ്. അപ്പോൾ എന്താ എന്ന് ചോദിക്കട്ടെ, നീ എന്താ ഇവിടെ ഡോർ അടച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും കാണിച്ചോട്ടെ, നിനക്കെന്താ, നീ എന്തിനാ അത് അന്വേഷിക്കുന്നതെന്ന് ചോദിക്കട്ടോ. നീ ഒരുപാട് നേരമല്ലേ ഡോർ അടച്ചിരിക്കുന്നത്, ഞാൻ കുറേ നേരമല്ലേ നിന്നെ വിളിക്കുന്നത്, നീ എന്താ അതൊന്നും കേൾക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ, നീ പോവാൻ നോക്ക് എന്ന് പറയണം. അപ്പോൾ ആ ഡോർ അവിടെ ഇങ്ങനെ ഫാനിൽ ഇങ്ങനെ കയറ് തൂക്കിയിട്ടത് ശ്രദ്ധിക്കുകയാണ് അലീന. എന്നിട്ട് പെട്ടെന്ന് അകത്തേക്ക് കയറി ചെല്ലുന്നു. നീ എന്തായി കാണിക്കാൻ പോകുന്നത്, എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവളെ തല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിതയാണെങ്കിൽ ആകെ വേച്ചു പോവാണ്, ബെഡിലേക്ക് അങ്ങനെ ഇരുന്ന് പോവാണ്. എന്താ മോളെ നിനക്ക് പറ്റിയത്, നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പോണത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബബിത പൊട്ടിക്കരയാണ്. അപ്പോൾ അലീനയ്ക്ക് പാവം തോന്നുന്നുണ്ട്. അലീന ചെന്ന് ചേർത്ത് പിടിക്കുകയാണ്. ആ സമയത്താണ് ശരിക്കും അലീനയെ ശരിക്കും ബബിത ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ ആകെ പിഴച്ചു പോയി ചേച്ചി, ഞാൻ ചീത്തയായിപ്പോയി, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എൻ്റെ ജീവിതം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത ഇങ്ങനെ പൊട്ടിക്കരയാണ്. അപ്പോൾ എന്താ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ബബിത അലീനയോട് ഇങ്ങനെ തുറന്ന് പറയണം, എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാട്ടോ. അപ്പോൾ അലീന എല്ലാം കൂടി കേട്ടിട്ട് ആകെ ഷോക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അലീന എങ്ങനെ ഇതിൽ നിന്നൊരു പോംവഴി കണ്ടെത്തും, എന്തിനി ചെയ്യും, എങ്ങനെ ബബിതയെ എങ്ങനെ രക്ഷിക്കും എന്നൊക്കെ ഓർത്ത് ഒരെത്തും പിടിയും കിട്ടാതെ നിൽക്കുകയാണ്. തനിച്ച് ഒറ്റയ്ക്ക് ഒന്നും ഇതിനൊരു പോംവഴി കണ്ടെത്താൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ആരോട് പറയും? അപ്പോൾ ബബിത കാല് പിടിച്ച് പറയുന്നുണ്ട്, ആരോടും പറയല്ലേ അലീന ചേച്ചി, അച്ഛനോടോ അമ്മയോടോ ഒന്നും പറയില്ല, ഞാൻ ജീവിച്ചിരിക്കത്തില്ല, ഞാൻ മരിച്ചു പോകും, എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്, ഞാൻ മരിച്ചോളാം, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ അലീന പിന്നെ അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്ക്, ഒന്നും സംഭവിക്കില്ല, നീ അവൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് പറയട്ടോ. നീ ഒന്നും പേടിക്കണ്ട, ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഞാൻ ഇനിയും അവൻ്റെ കൂടെ ചെല്ലണമെന്നാണ് അവൻ പറയുന്നത്, എന്നാൽ അവൻ എന്നെ സ്വീകരിക്കാം, അവൻ അത് മാത്രമാണ് ആവശ്യപ്പെടുന്നത്, അല്ലാതെ അവന് എന്നെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ ഒന്നും താല്പര്യമൊന്നുമില്ല, അവൻ്റെ കൂടെ അവൻ വിളിക്കുന്ന സമയത്ത് ചെല്ലണം, അല്ലെങ്കിൽ എന്നോട് ഒരു കൂട്ടുണ്ടാവത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ആ നോട് വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വിടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബബിത പൊട്ടിക്കരയണം. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, ഇനി അവനെ അങ്ങനെ വിളിക്കുകയാണെങ്കിൽ നീ വരാമെന്ന് പറ എന്ന് പറയുമ്പോൾ ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത്, ഇനി ചെല്ലാനോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ചെല്ലാൻ വരാമെന്ന് പറയാം, ഞാനും വരാം നിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ആരും അറിയാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബബിത ഈ പ്രശ്നം വളരെ അങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണല്ലോ. അലീന വളരെ എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബബിത എന്താണെങ്കിലും ഒരു മോശം പ്രവൃത്തിയിൽ പെട്ടുപോയി, പക്ഷേ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളെ റിക്കവർ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അലീന മനുവിനെ ഒന്ന് കൂട്ടുപിടിക്കുന്നുണ്ട്. കാരണം അലീനയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് മനുവിനോട് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനുവിനെ കൂടി കൂട്ടിപ്പിടിച്ചിട്ടാണ് ബബിതയും കൂട്ടിയിട്ട് അവൻ വിളിച്ച സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അതിന് അങ്ങനെ മനുവിനെയും കൂട്ടിയിട്ടാണ് അലീന ബബിതയും കൊണ്ട് അവൻ വിളിച്ച സ്ഥലത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ ബബിത മാത്രമാണ് ആദ്യം പോകുന്നത്. അപ്പോൾ കാറിൽ പുറകെ ഇവർ ചെന്നിട്ട് ഇവർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ബബിത കയറി ചെല്ലുന്ന സമയത്ത് അലൻ്റെ വേറെ 2 സുഹൃത്തുക്കളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ബബിത ആകെ പേടിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ 2 പേരെയും കൂടി കണ്ടപ്പം താൻ പെട്ടുപോകുമോ എന്നുള്ളൊരു പേടി വരികയാണ്. അപ്പോൾ അലൻ പറയുന്നുണ്ട്, അവളുടെ കൂടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കടാ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരോട് പറയുമ്പം
അവർ പുറത്തൊക്കെ പോയി നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല കേട്ടോ. അപ്പം അലീനയും മനുവും കുറച്ച് മാറിയാണ് നിൽക്കുന്നത് കാർ പാർക്ക് ചെയ്തിട്ട്. അപ്പോൾ എന്നിട്ട് ആരും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ബബിതയെ അകത്തേക്ക് വിളിച്ച് വരുത്തിയിട്ട് പിന്നീട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കണം. ഏതായാലും നീ വന്നല്ലോ, ഒരുപാട് സന്തോഷം. അപ്പം ബബിത ചോദിക്കുന്നുണ്ട്, എനിക്ക് ആ വീഡിയോസും ഫോട്ടോസൊക്കെ എനിക്ക് തിരിച്ചു നിൻ്റെ ഫോൺ എനിക്ക് എനിക്ക് ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തരാം, ഞാൻ തരാം, അതൊന്നും നീ പ്രശ്നമാക്കണ്ട, വാ നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവളെ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാം. വീണ്ടും അവളെ യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആലൻ കാണിക്കട്ടോ. അപ്പോൾ അവൻ്റെ കൂട്ടുകാരാണെങ്കിൽ അവരും അതിന് തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് വീണ്ടും അവളിങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്താണ് ഡോറിൽ മുട്ടുന്ന സൗണ്ട് കേട്ട് കേട്ടോ. അപ്പം ഇതിപ്പോൾ ആരാ വന്നേക്കുന്നേ എന്ന് ഞാൻ വേറൊരു കൂട്ടുകാരനും കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനായിരിക്കും, നീ പോയി തുറന്നു കൊടുക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഡോറ് തുറക്കുമ്പോൾ ഡോറ് തള്ളി തുറന്നുകൊണ്ട് വരുന്നത് മനു അലീനയും കൂടി കേട്ടോ. അങ്ങനെ മനു അകത്തേക്ക് കയറിയിട്ട് 3 എണ്ണത്തിന് നന്നായിട്ട് പെരുമാറുന്നുണ്ട്. അലീന വേഗം വന്നിട്ട് ബബിതയുടെ പിടിച്ചെഴുന്നേൽപ്പിക്കും, അതുപോലെ അലൻ്റെ ഫോണൊക്കെ തപ്പിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഇതാണ് അലൻ്റെ ഫോൺ. അപ്പോൾ 2-3 ആളുടെ ഫോണും അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെയുള്ള കമ്പ്യൂട്ടറും സാധനങ്ങളൊക്കെ നശിപ്പിക്കുകയാണ് മനു ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി മേലിൽ ഇവളുടെ പുറകെ വരികയോ എന്തെങ്കിലും കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കത്തില്ല ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് മനു നന്നായിട്ട് അവർ പെരുമാറുന്നുണ്ട്. അപ്പോൾ പോലീസിൽ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബബിതയ്ക്ക് കൂടി നാണക്കേടാണല്ലോ എന്ന് ഓർത്തിട്ട് ഇതൊരു പോലീസ് കേസ് ആക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് പെരുമാറിയിട്ട് അലീന ബബിതയെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മനു ആണെങ്കിൽ അലീനയെ നന്നായിട്ട് വഴക്ക് പറയുന്നൊക്കെ ഉണ്ടായിരുന്നു ആദ്യം തന്നെ. അങ്ങനെ എന്താണെങ്കിലും ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അലീന ബബിതയെ രക്ഷിച്ചിരിക്കുകയാണ്. പിന്നീട് ബബിതയ്ക്കും അലീനയോട് ഭയങ്കര സ്നേഹമാണ്, സ്വന്തം ചേച്ചിയായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ അലീനയാണ് ബബിതയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ മറന്ന് ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ബബിതയാണ്. പിന്നെ അത് മാത്രമല്ല, അലനാണെങ്കിൽ നല്ല പണി കിട്ടിയേക്കാണ്. മനുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ല് കാരണം അലന് കുറച്ച് നാളത്തേക്ക് എഴുന്നേൽക്കാനോ അനങ്ങാനോ പോലും പറ്റാത്ത ഒരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അത് മാത്രമല്ല, അലന് വേറെ ഒരു നല്ല പണി കിട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് നെക്സ്റ്റ് ഒരു സ്റ്റോറിയിൽ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്താണെങ്കിലും അലീനയും ബബിതയും തമ്മിൽ ഒന്നിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കൾ. അവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്. ഇനിയിപ്പോൾ സ്വന്തം ചേച്ചിയും അനിയത്തിയും പോലെ തന്നെയാണ്. പക്ഷേ സ്വന്തം ചേച്ചിയാണെന്ന് ഇപ്പോഴും അലീന സ്വന്തം ചേച്ചിയാണെന്നുള്ളത് ബബിതയ്ക്ക് അറിയത്തില്ല. പക്ഷേ അലീന ചേച്ചിയാണെന്നുള്ള കാര്യം ബബിത അറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്റ്റോറി. എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.